ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. വഖഫ് നിയമ ഭേദഗതി ബില്ല് മുസ്ലിം ന്യൂനപക്ഷത്തിന് ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ മേലുള്ള കൈകടത്തലാണെന്നും മുസ്ലിംകളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണെന്നും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സംഘപരിവാറിനെ പോലും ഞെട്ടിച്ചുകൊണ്ടിട്ടാണ്, വിയോജിച്ചുകൊണ്ട്, എതിർത്ത് വോട്ട് ചെയ്തുകൊണ്ട് 232ഓളം MP-മാരുടെ ശക്തമായ എതിർപ്പിലൂടെയാണ് ഈ ബില്ല് പാസ്സാക്കിയെടുത്തത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ 288 MP-മാരുടെ ഭൂരിപക്ഷം അവർക്കുണ്ടെങ്കിൽ പോലും അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്ത വിജയിപ്പിച്ച ജനങ്ങളുടെ 10 മടങ്ങ് ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചെടുത്ത ആളുകളാണ് ഈ 232 MP-മാർ എന്ന് പറയുന്നത്. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ശനിയാഴ്ച അതിന്റെ തുടക്കമാണ് റെയിൽവേ സ്റ്റേഷൻ മാർച്ച് എന്നും ഭാരവാഹികൾ പറഞ്ഞു. താനൂർ മുനിസിപ്പൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 12/4/2025 ശനിയാഴ്ച നാളെ രാവിലെ 10 മണിക്ക് താനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഈ മാർച്ച് രാവിലെ 9 മണിക്ക് താനൂർ വാഴക്കത്തെരുവ് അങ്ങാടിയിൽ വലിയ ജമാഅത്ത് പള്ളി പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ താനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം, ഈ മാർച്ചിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ശ്രീ സന്ദീപ് വാര്യരാണ് ഈ മാർച്ചിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. മാർച്ച് താനൂർ ഹാർബർ പരിസരത്ത് നിന്നും 9 മണിക്ക് ആരംഭിക്കും. മാർച്ചിൽ എല്ലാ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളും പങ്കെടുക്കും. സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്യും. MP അഷ്റഫ്, UN സിദ്ദീഖ്, AP മുഹമ്മദ് ഷെരീഫ്, PA കുഞ്ഞൻ ബാവ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് 20 TV.